ബ്രഹ്മാനന്ദം പരമസുഖം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം സർവസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവൈഹാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും നമാമി അഗന്ധാനന്ദബോധായ ശിഷ്യസന്താപഹാരിണേ സച്ചിദാനന്ദരൂപായ തസ്മൈ ശ്രീ ഗുരവേ തസ്മൈ ശ്രീ ഗുരവേ. നമുക്ക് വിദ്യ കിട്ടിയിട്ടുള്ള ദീക്ഷ കിട്ടിയ എല്ലാ ഗുരുക്കന്മാരും നമസ്കരിക്കാം. ആ മഹാപരമ്പരയിൽ അടുത്ത സരസ്വതി നമ്മുടെ സരസ്വതി പൂജയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ സരസ്വതി ദേവിയെ മനസ്സിൽ വിചാരിക്കും. ലക്ഷ്മീ ഗൗരി ഭദ്രകാളേ നമോ നമഃ. വേദവേദാംഗ വേദാംഗ വിദ്യാസാനോ ജഗദാംബുവിധർമ്മിതേന. വ്യാസനമർ ദുഃഖന്മാരിൽ നമ്മൾ വ്യാസവേദ്യ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. നമോസ്തുതേ വ്യാസവിതാനബുദ്ധേ പുല്ലാരവിന്ദായ തമഃ. പല സ്ഥലത്തു നിന്നുള്ള സാധനങ്ങൾ നമ്മൾ ശുദ്ധി ചെയ്യുന്നതാണ്. നമ്മളെല്ലാം ശുദ്ധി സാത്വിക പൂജയാണ്. ശുദ്ധി. ഓം പുനാദിദേ പരിഷുതകം സോമകം സൂര്യസതുകിതാവാരേണ സശ്വതാതന. ഓം പുനന്ദു മാദേവജന പുനന്ദു മനസാദിയഃ പുനന്ദു വിശ്വഭൂത. നമ്മൾ ദേവപൂജയാണ് ചെയ്യുന്നത്. ഓം ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമാസ്തഭിർയജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ട്വാഗം തത്തനുഭിഃ പശ്യേമഹിദേവഹിതം യഥായുഃ. ഇന്ന് നമ്മുടെ ഗ്ലാസ് ഇടത് കൈ വെള്ളത്തിട്ട് വലത് കൈ മറിക്കും.
അത് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കിണ്ടി കൊടുക്കും. ഇടത് കൈ കാണിക്കുക, വലത് കൈ ദേഹശുദ്ധിയാണ്. അപ്പൊ നമ്മൾ 5 രീതിയിലുള്ള ചെയ്ത് പൂജയ്ക്ക് ആവശ്യമാണ്. ദേഹശുദ്ധി ഇടത് കൈ വെച്ചിട്ട് വലത് കൈ വെക്കുക. ഓം പവിത്രഃ പവിത്രോ വാദവാദാഗതോപിവ ജഗത്തലേ പുണ്ഡരീകാശം ദദായാഭ്യന്തര ഓം പുനാദു പുണ്ഡരീകാശ പുനാദു. ഇനി വലത് കൈയിൽ 3 പ്രാവശ്യം കുടിക്കും. മനസ്സ് ചിത്തം ഓം അമൃതോപസ്തരമസി സ്വാഹ ഓം അമൃതാഭിജാനമസി സ്വാഹ ഓം സത്യം അസഹദ്വൈമൈത്രേതാം സ്വാഹ. ഇനി ഇടത് കൈയിൽ വളർത്തുക. നമ്മുടെ ശിഖയുടെ ഭാഗം കുടിച്ചു വളർത്തുക. ഓം വഹ ഓം വഹ ഓം ലഹ ഓം വഹ ഓം ജനഃ ഓം തപഃ ഓം സത്യം ഓം തത്തവിദുർവരേണ്യം ഭഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഓം ആഗോ ജ്യോതിരസമൃദ്ധം നമ്മുടെ ശരീരത്തിലെ പ്രധാനമാണ് ഇടത് ചുണ്ട്, മൂക്ക്, കണ്ണ്, കാല്, എല്ലാവരും എടുത്തു. ഓം വാഗ്മേ ആസ്യസ്തു നസോർമേ പ്രണോസ്തു അഷ്ണോർമേ ചക്ഷുരസ്തു കർണോർമേ സ്വപ്നമസ്തു ആഘോർമേ പരമസ്തു പൂർവമേ. ഓം വൃത്താനിനെ കർണിതമുദ്രമേ സകസന്ധു. നമ്മൾ ഇരിക്കുന്ന ഭാഗത്ത് ഒരു വെള്ളം ഒഴിക്കാം. ഇനി ഭൂമി പൂജ. അമ്മ കഴിഞ്ഞാൽ ഒരു തുള്ളി എടുക്കാം. അക്ഷതം പൂവ് എടുത്തിട്ട് ഭൂമി ചെയ്ത് അമ്മ കഴിഞ്ഞാൽ നമുക്ക് എല്ലാം തരുന്ന പ്രകൃതിയില്ല. പ്രകൃതിയെ നമ്മൾ ഭൂമാദേവി ആരാധിക്കുന്നു. അത് കയ്യിലെടുത്ത് വെച്ചിട്ട് ആ ഭൂമി ചെയ്ത് ഓം ദേവി ത്വം വിഷ്ണുനാഥൃതം ത്വം ച ധാരയമാം ദേവി പവിത്രം ഗുരു പവിത്രം. ഈ അക്ഷതവും പൂവെടുക്ക. നമുക്ക് ഇതൊരു സാത്വിക പൂജയാണ്, ആശ്രമ ജീവിതമാണ്, ശാന്തി മാർഗം. ഭൗതികമായിട്ട് നമ്മൾ പ്രതീക്ഷ കുടുംബമാണ്. എല്ലാവർക്കും നന്മയ്ക്ക് വേണ്ടി ഈ അക്ഷതവും പൂവെടുത്ത് സങ്കല്പം നമുക്ക് ഈശ്വരനോട് സങ്കല്പിക്കാം. മക്കളായാലും എല്ലാവർക്കും എന്താണ് സങ്കല്പിക്കുക. നേരെ വഴിക്ക് നടക്കേണ്ടത് നടന്നോളൂ, നടക്കാൻ പാടില്ലാത്തത് നടക്കും. അങ്ങനെ ഒരു പ്രത്യേകത സങ്കല്പിക്കാം. ഓം വിഷ്ണു ദേവതാകവലോകപുരുഷസ്യ വിഷ്ണുരാജ്ഞയ പ്രവർത്തമാനസ്യ അതിശീഘ്രമണം ദ്വിതീയവ്രാത്തെ ശ്രീശേതാരാഗത്തെ മൈമസ്മന്നന്തരെ വല്ലക്കെ ജപുദിവ്യ അനന്തർഷെ അരുക്കന്റെ ആര്യാവർത്തകതെ ശാന്തർഗതെ പരശുരാമക്ഷേത്രെ ആധാരമാസോത്തമ മാസേ കന്നിമാസേ ജ്യോതി നക്ഷത്രേ ദിവസം വ്യാഴാഴ്ച അവരവരുടെ നക്ഷത്രം. നിങ്ങളെല്ലാം ആത്മീയതയിൽ ശാന്തി മാർഗത്തിൽ തടസ്സമുണ്ടെങ്കിൽ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത് കർമ്മകാണ്ഡിന്റെ സത്പ്രവർത്തി സമ്മർദ്ദനായ ദുഷ്പ്രവർത്തി ഉന്മൂലനായ ലോകകല്യാണായ ആത്മകല്യാണായ വാതാപരണോത്കരായ പ്രബല പുരുഷാർത്ഥം ഗരിഷ്യ അസ്മൈ പ്രയോജനായ കലശാദ്യാദേവതാപൂജനപൂർവകം ഗായത്രി ഹോമകർമ്മസന്മാർദ്ദനാഥൻ സങ്കല്പം ആഗം കരിഷ്യേ. ഈ തരത്തിൽ ശബ്ദധാരണമാണ്. എല്ലാവരും ആവാഹ കുളിർമയ്ക്ക് വേണ്ടി ഒരു മന്ത്രം പറഞ്ഞില്ല, ചെറിയ മന്ത്രങ്ങൾ എല്ലാവരും എടുത്തതിന്
ചന്ദനസ്യ മഗത്പുണ്യം പവിത്രം പാവനാശനം ആപദം ദേലക്ഷ്മി അക്ഷരവും പൂ കൊടുക്കുക. നമ്മൾ കുടുംബത്തിലെ എല്ലാ ദേവീദേവന്മാരെയും പ്രാർത്ഥിച്ചു കലശത്തിലാണ് നമ്മുടെ ഗുരുക്കന്മാരെല്ലാം ക്ഷേത്രത്തിൽ വരുമ്പോൾ പോയിട്ട് നമ്മളിവിടെ കുറവാണ് അതൊക്കെ ശിവസ്വയം തമേവാസി വിഷ്ണുസ്ത്വം ച പ്രജാപതി ആദിത്യമസമോ രുദ്ര വിശ്വദേവാസമൈത്രിയ ത്വയിതിഷ്ഠന്തി സർവേപി യദകാമഫലപ്രദ തത്പ്രസാദാദിമം യജ്ഞം കർത്തുമീകേ ജലോഭവ സാന്നിധ്യം കുരു മേ ദേവ പ്രസന്നോ ഭവ സർവദാ പ്രസന്നോ ഭവ ദീപപൂജ. നമ്മുടെ വീട്ടില് ഗുരുക്കന്മാർ പറയുന്ന വടക്കെങ്കിലും കത്തിച്ച് നിങ്ങൾ 2 നാമങ്ങളും ചോദിക്കണം. അത് അഗ്നിയുടെ സ്ഥിരത ഏറ്റവും പ്രധാനം അഗ്നിയാണ് നമ്മുടെ ഹോമം. അതാണ് ക്ഷേത്രങ്ങളിലെല്ലാം ഹോമം ഉണ്ടാക്കാൻ വെച്ച് ശരിക്കും വേദിക്കാണ് ആവശ്യം കൊടുക്കുകയാണ് പരിഹാരം ചെയ്യുന്നതാണ്. നമ്മൾ വടക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നത് സാക്ഷിയാണ്. ഓം അഗ്നി സ്വാഹ വതുര്യോ ജ്യോതി സൂര്യ സ്വാഹ ഓം അഗ്നിർവർച്ചോ ജ്യോതി വർച്ചക സ്വാഹ സൂര്യോ വർച്ചോ ജ്യോതി വർച്ചക സ്വാഹ ജ്യോതി സൂര്യക സൂര്യോ ജ്യോതി സ്വാഹ. ഭയങ്കരമായിട്ട് കാളങ്ങളടക്കി അല്ലെങ്കിൽ അത് വെളിക്കല്ല നാട്ടിലിങ്ങനെ വേട്ടയാണ്. അത് ക്ഷത്രിയ ഭരണാധികാരികൾ അങ്ങനെ വസ്തുഷ്ണുള്ള പോയി ആഹാരം എല്ലാവർക്കും കൊടുക്കും. ഇതെവിടുന്നാണ് അത് ഈശ്വര പ്രാർത്ഥന സാമ്പത്തികമാണ് എല്ലാം. അപ്പൊ ഈശ്വര പ്രാർത്ഥനയാണ് അവർക്കെല്ലാം ഇതുപോലെ കാണും. അവരെ സഹായിക്കും. ഈശ്വരൻ കൊടുക്കുന്നതാണ് അവരെ. അതേപോലെ അത് കാമദേവൻ എനിക്ക് തന്നാൽ ഞാൻ രാജ്യത്തിൽ കൊണ്ടുപോകാം എന്നുള്ള ദുർബുദ്ധിയിൽ ചോദിക്കും. ഈശ്വര കാര്യത്തിന് എനിക്ക് ഈശ്വരൻ തന്നതാണ് അപ്പോൾ യുദ്ധമാണ്. കാമദേവ വെള്ളത്തിന് യുദ്ധം ചെയ്തു പോകും. അപ്പോഴാണ് ക്ഷത്രിയനായ ആ വിശ്വാമിത്രം തോന്നിയത് നമുക്കൊരു ബലവും രാജ ഗുരുക്കന്മാർക്കാണ് വിശേഷ ദിവസങ്ങൾ ഓർക്കുക. ഇത് മാത്രമേ നമ്മളെ ജീവൻ കഴിയുള്ളൂ. ജനിച്ചാൽ മരിക്കും, മരിക്കുമ്പോൾ മരിക്കാത്ത ആളിൻ്റെ അടുത്ത് എത്തണമെങ്കിൽ ഗുരു വഴികാട്ടിയായിട്ട് പറഞ്ഞു. അല്ലാതെ മറ്റേ പിണറായി ഗീത എഴുതുന്ന പോലെയൊന്നും അല്ല. നമ്മള് ഗുരുക്കന്മാർ കണ്ടുപിടിച്ച് എല്ലാം ഇപ്പൊ അവർക്ക് ഗീത പഠിപ്പിക്കണം, ആശ്രമങ്ങൾ ഭരിക്കണം, ക്ഷേത്രം ഭരിക്കണം. ഇതൊന്നും ഇവൻ പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ ഗതികൾ കൊണ്ടാണ് ഇതെല്ലാം നമ്മളെ കയ്യിൽ വന്നു. നമ്മൾ ശക്തമായിട്ടിരുന്നാൽ ഇതൊന്നും വരില്ല. നമ്മുടെ ആചാര സമ്പ്രദായം എല്ലാം മുസ്ലിം കൊണ്ടുവന്നിട്ടുള്ള ഖുർആനായാലും മറ്റേ ബൈബിളായാലും എല്ലാം നമ്മുടെ ഗുരുക്കന്മാർ കണ്ടുപിടിച്ച് ലോകത്ത് നൽകിയതാണ്. അതിനെ മോഷ്ടിച്ചുകൊണ്ടൊന്നും ഞങ്ങൾ ഖുർആൻ, ഞങ്ങളുടെ ബൈബിൾ ഇവരെല്ലാം സംഘടിത ശക്തിയായിട്ടിരിക്കണമെന്നാണ് പാവങ്ങളായ നമ്മളെ തമ്മിൽ അടുപ്പിച്ച് ഇന്നും രാജ്യം വരും. ഇനി വിട്ടുകൊടുക്കാൻ ഇനി ഹിന്ദു സംസ്കാരം നിലനിർത്തുന്നത് ഓരോ നമ്മുടെ മനുഷ്യ ജന്മം എടുത്ത ഈശ്വര സാക്ഷാത്കാരമാണ്. അതുകൊണ്ട് ഓരോ ജന്മവും നമ്മൾ ഈശ്വരന് വേണ്ടി ആശ്രമത്തിന് വേണ്ടി നിലനിർത്തണം. ഈ ആശ്രമം നിലനിർത്താൻ
അപ്പൊ കൂടുക ഒരാളെ വിളിച്ചോളൂ ഇത് പ്രവർത്തിക്കണം താങ്കൾ റെഡിയാണ് നമ്മളെ സിദ്ധാർത്ഥം ഭോജിതോ യസുരാസുരേ സർവവിഘ്നഹരാധിപതയേ നമഃ ദേവി സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണി നമോസ്തുതേ ശുക്ലാംബരധരം ദേവം ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തേ സർവദാ സർവകാര്യേഷു നാസികേശാമംഗളം യേശാം കൃഷ്ണോ ഭഗവാൻ മംഗളായ തനോ ഹരി വിനായകം ഗുരുഭാനും ബ്രഹ്മവിഷ്ണു മഹേശ്വര സരസ്വതി പ്രണമബ്ദൗ ശാന്തികാര്യാർത്ഥസിദ്ധയേ മംഗളം ഭഗവാൻ വിഷ്ണു മംഗളം ഗരുഡധ്വജഃ മംഗളം പുണ്ഡരീകാക്ഷോ മംഗളായ തനോ ഹരി ബ്രഹ്മാവാണ് ത്വം വൈ ചതുർമുഖോ ബ്രഹ്മ സത്യലോക പിതാമഹ ആഗച്ഛ മണ്ഡലേസ്മിൻ മമ സർവാർത്ഥസിദ്ധയേ ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവമൻ വന്ദേ പശൂനാം പതി വന്ദേ സൂര്യജലാനയം വന്ദേ മുകുന്ദപ്രിയം വന്ദേ ഭക്തജനാശ്രയം ച വരദം വന്ദേ ശിവം ശങ്കരം സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ തന്നനാത് മൃത്യോർമുഖീയമാമൃതാ ദുർഗേ സ്മൃതാം ആചമനം സമർപ്പയാമി സ്നാനം സമർപ്പയാമി വസ്ത്രം സമർപ്പയാമി യജ്ഞോപവീതം സമർപ്പയാമി ഗന്ധം വിലേപയാമി അക്ഷതാം സമർപ്പയാമി പുഷ്പാണി സമർപ്പയാമി ധൂപം ആഗ്രാമ്യ ദീപം ദർശയാമി ദക്ഷിണാം സമർപ്പയാമി താംബൂലം സമർപ്പയാമി സർവം ഭവതി അക്ഷതാം സമർപ്പയാമി തതോ നമസ്കാരം എല്ലാവരും തൊട്ട് ഓം നമോ ഓം ദക്ഷിണേ വർത്തനാവസ്തു നൈരുദ്യാവസ്തു പശ്ചിമേ ജൈവഗോദിത യായാ വന്ദു കരേ ശ്രീവദർശ ഐശാനം ഊർധം രക്ഷദാദാ ഹേനം അനുമകർപ്പയസ്താൻ രക്ഷദീശോമം അവസത്പന്തു ദേ ധ്രുവാ യേ ഭൂദാസം സിദ हे भोला नगरकारा हे कच्चम दुर्वा प्रकामंदुरान चिचा दोचम शंकर शंकर नगरम नमामि ഇത് നമ്മൾ അഗ്നി പൂജയിലോട് നടക്കാം അഗ്നിയുടെ കാര്യം നേരത്തെ പറഞ്ഞു അഗ്നിയിൽ എത്തുകയുള്ള മഹാഭാഗ്യമാണ് നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്നത് സാത്വിക അവ്യവാഹം ദേവാമാസാദ് ഓം മധ്യേ നമഃ ആവാഹയാമി സ്ഥാപയാമി
Agni Pradijat Vishwamishta Vedam Nani Samila Gomaindan Mahadan Pradya Om Guna Hindu Seda Swaha Om Samila Pradisha Swaha Om Samsa Samudhi Dendiro Swaha ini nomor Om Prajapate Swaha Idam Prajapate Idam Namama Om Indraya Swaha Idam Indraya Idam Namama Om Agniya Swaha Idam Namama Om Somaya Swaha Idam Somaya Namama Om Bhuga Swaha Idam Vayavedam Om Bhuga Swaha Idam Agnivedam Sagaswaha Idam Suryaya Idam Namama. Ini നമ്മുടെ അടുത്തുള്ള ഹബീസ് ini Gayatri mantra ആർട്ടില്ല നമ്മൾ ഗായത്രി വളരെ ശ്രദ്ധിക്കുക ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത് വാക്കുകളെ കേൾക്കുന്നുണ്ട്. Om Bhurvasvah Tatsavituर्वरेण्यं Bhargo Devasya Dhimahi Dhiyo Yo Nः Prachodayat. തട്ടിയിടുക ഇവിടെ അടുത്തുള്ളവർ മാത്രം വെച്ചാൽ അഭിഷേകം അങ്ങനെ Bhargo Devasya Dhimahi Dhiyo Yo Nः Prachodayat. Idam Gayatridam Namama Om Bhurvasvah Tatsavituर्वरेण्यं Bhargo Devasya Dhimahi Dhiyo Yo Nः Prachodayat. Idam Gayatridam Namama Om Bhurvasvah Tatsavituर्वरेण्यं Bhargo Devasya Dhimahi Dhiyo Yo Nः Prachodayat. Idam Gayatridam Namama Om Bhurvasvah Tatsavituर्वरेण्yं Bhargo Devasya Dhimahi Dhiyo Yo Nः Prachodayat. Dhiyo Yo Nः Prachodayat. Idam Gayatridam Namama Om Bhurvasvah Tatsavituर्वरेण्yं Bhargo Idam Gayatridam Namama Om Bhurvasvah Tatsavituर्वरेण्yं Bhargo Devasya Dhimahi Dhiyo Yo Nः Prachodayat. Idam Gayatridam Namama Om Bhurvasvah Tatsavituर्वरेण्yं Bhargo Devasya Dhimahi Dhiyo Yo Nः Prachodayat. Tatsavituर्वरेण्yं Bhargo Devasya Dhimahi Dhiyo Yo Nः Prachodayat. Idam Gayatri
ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത് സ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത് ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത് സ്വാഹാ ഇദം ഗായത്രീദം നമഃ ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത് സ്വാഹാ ഇദം ഗായത്രീദം നമഃ ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത് സ്വാഹാ ഗായത്രീദം നമഃ ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത് സ്വാഹാ ഇദം ഗായത്രീദം നമഃ ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഓം സർവപ്രാജിതനായ ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ ഓം പൂർണ്ണാനന്ദ വിമലം പൂർണ്ണമദം സ്വാഹ എല്ലാവർക്കും ഓം ഇത് നീരാജ് മക്കൂർ തപ്പിച്ച് താമസിക്കാം തസ്മൈ നമോ വിഘ്നവിനാശനായ ഓം യം ബ്രഹ്മാവരണേന്ദ്രരുദ്രം ഗായത്രീയം സാമയ യാദാവദ്യതഗദ്ഗദയ നമഃ അത്യന്തീം ധ്യാനം ദേവായ തസ്മൈ നമഃ ദേവായ തസ്മൈ നമഃ
Seçildi kayıtlı. Onlarla ay bayraklar ne gelmeye de bulunmaktadır. You have but a Shatamanam of battery backup left. നമ്മുടെ ഗുരു ശ്രീരാമ ആചാര്യൻ ഈ രീതിയിൽ അവിശ്വാസമുണ്ട്. അദ്ദേഹം പറയുന്നത് എനിക്ക് ഗണത്തിനേക്കാളുപരി ഈ മന്ത്രം ജപിക്കാറുണ്ട്. ഒരാളുടെ